ഇപ്പൊ ചെറുപ്പത്തിൽ തന്നെ പല ആളുകളും ചെറുപ്പക്കാരൊക്കെ മുടി നരച്ച് പോകുന്നത് കാണാൻ കഴിയും. അത് അകാല നിര വ്യാപകമാണ്. പല ആളുകളും കറുപ്പിച്ചിട്ടാണ് നടക്കുന്നത്. അപ്പോൾ അത് ഇസ്ലാമിൽ ഹറാമാണ് എന്നുള്ളതാണ് പരക്കെ പറയാറുണ്ടായിരുന്ന കാര്യം. എന്താണ് അതിൻ്റെ യഥാർത്ഥ പ്രാമാണികമായ ഒരു മറുപടി പറയാൻ കഴിയുക? മുടി കറുപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് രണ്ടഭിപ്രായമാണ് മുഖ്യമായും ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിലുള്ളത്. ഒരു വിഭാഗം ഫുഖഹാക്കൾ പറയുന്നത് മുടി കറുപ്പിക്കുന്നത് ഹറാമാണ്. ആരായാലും കറുപ്പ് ചായം കൊടുത്ത് നര കറുപ്പിക്കുന്നത് ഹറാമാണ്. അതേസമയം കറുപ്പല്ലാത്ത മൈലാഞ്ചി പോലുള്ളത് സുന്നത്തുമാണ്. അത് ഹദീസിൽ തന്നെ ഉണ്ട്. നിങ്ങൾ വർണ്ണം കൊടുക്കൂ, ചായം കൊടുക്കൂ എന്ന് പറഞ്ഞുകൊണ്ട്, സ്ബിഗു എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഹദീസുണ്ട്. കറുപ്പ് കൊടുക്കരുത് എന്ന് പറയാൻ അവരുടെ തെളിവ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ പിതാവ് മക്ക ഫതഹിൽ നബിയുടെ അടുത്ത് വന്നിട്ടാണ് ഇസ്ലാം സ്വീകരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ താടിയും മുടിയൊക്കെ പൂർണ്ണമായും നരച്ച് തൂവെള്ള ആയിരുന്നു. അപ്പോൾ ഇദ്ദേഹത്തിന് നിങ്ങൾ ചായം കൊടുക്കൂ, അദ്ദേഹത്തിൻ്റെ മുടിക്ക് ചായം കൊടുക്കൂ, വജന്നിബൂഹു സവാത്ത്, കറുപ്പ് ഒഴിവാക്കൂ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് വെച്ചിട്ടാണ് കറുപ്പ് ചായം കൊടുക്കുന്നത് പാടില്ല എന്ന് പറയുന്നത്. എന്നാൽ സഹാബിമാരുൾപ്പെടെയുള്ള പലരും അവിടെ നിങ്ങോട്ട് പ്രമുഖരായ ഫുഖഹാക്കൾ തന്നെ അഭിപ്രായപ്പെട്ടത്, ഒരു വിഭാഗം പറയുന്നത് കറുപ്പ് ചായം കൊടുക്കുന്നത് വിലക്കപ്പെട്ടത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ പിതാവിൻ്റെ അത്രയും പ്രായമുള്ള പടുകിഴവന്മാർ കറുപ്പിച്ചിങ്ങനെ രംഗത്തിറങ്ങുന്നതിനെ സംബന്ധിച്ച് അതിലൊരു തെദിലീസ് ഉണ്ട്, അഥവാ ആളെ കബളിപ്പിക്കലുണ്ട്. കിഴവന്മാരിൽ പടുകിഴവന്മാരായ കണ്ടാൽ ഇനിയും നരച്ചിലേ എന്ന് ചോദിക്കുമല്ലോ ആളുകൾ. ആ പ്രായത്തിലെത്തിയ ഒരാൾ കറുപ്പിച്ചിട്ട് യുവാവായിട്ട് പ്രത്യക്ഷപ്പെടുന്നത് ഒരു കബളിപ്പിക്കലുണ്ട്, തെദിലീസ് എന്ന് പറയും അറബിയിൽ. അതിൻ്റെ പേരിലാണ് അത് വിലക്കപ്പെട്ടത്. അവർക്ക് പോലും യുദ്ധത്തിൽ എന്ത് ചെയ്യാം, കറുപ്പിക്കാം. കാരണം ശത്രുക്കളുടെ മുമ്പിൽ ഇവരൊക്കെ നല്ല ചുറുചുറുക്കുള്ള യുവാക്കളാണ് എന്ന് തോന്നിക്കാൻ വേണ്ടിയിട്ട്. അത് പക്ഷേ എവിടെ പറ്റൂല, അല്ലാത്ത സ്ഥലങ്ങളിൽ പറ്റില്ല. അതേസമയം ഒരാൾ യുവത്വത്തിൽ തന്നെ നരക്കാനുള്ള പ്രായമൊന്നും ആയിട്ടില്ല, അങ്ങനെയുള്ള സമയത്ത് തന്നെ ചായം കൊടുക്കുന്നതോ കറുപ്പിക്കുന്നതോ അവിടെ കബളിപ്പിക്കലല്ല, ഒറിജിനാലിറ്റിയിലേക്ക് അസിലിലേക്ക് തിരിച്ചു വരലാണ്. അപ്പം അതുകൊണ്ട് കറുപ്പ് കൊടുക്കുന്നതിന് വിരോധമില്ല. അത്തരം